മലയാളത്തിലെ ഏറ്റവും മികച്ച അഭിനേത്രിമാരിൽ ഒരാളായ ഉർവശി ഏതാണ്ട് 4.5 പതിറ്റാണ്ടായിട്ട് മലയാള സിനിമാ രംഗത്തുണ്ട്. മലയാളം ഉൾപ്പെടെ 5 ഭാഷകളിൽ അഭിനയിച്ച ഇവർ 6ഓളം പുരസ്കാരങ്ങൾ നേടുകയും ഒപ്പം ഒരു ദേശീയ പുരസ്കാരം കൂടെ സ്വന്തമാക്കിയിട്ടുണ്ട്. അതായത് 6 തവണ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഉർവശിയെ പലപ്പോഴും തൻ്റെ സഹപ്രവർത്തകർ വല്ലാതെ വേദനിപ്പിച്ചിട്ടുള്ള, അപമാനിച്ചിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഉർവശി ഇതിനെക്കുറിച്ച് ഒരിടത്തും ആരോടും പറയുകയോ പരിഭവം പറയുകയോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കഥകളൊന്നും ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉർവശിയെക്കുറിച്ച് ജഗദീഷ് നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ സാധാരണക്കാരുടെ ഒക്കെ ഹൃദയം തപിച്ചു പോകും. കാരണം ജഗദീഷിൻ്റെ ശ്രീനിവാസിൻ്റെയും ഒക്കെ നായികയായിട്ട് അഭിനയിച്ചതിൻ്റെ പേരിൽ ഉർവശി ആളുകൾ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. ഒപ്പം ജഗദീഷിൻ്റെ ഒപ്പമാണ് അഭിനയിക്കുന്നത്, ഉർവശിയുടെ ഗ്രാഫ് ഒത്തിരി താഴോട്ട് പോയിട്ടുണ്ട്, കണ്ടില്ലേ, ഇങ്ങനെയുള്ള തരത്തിലുള്ള ഒരുപാട് വിമർശനങ്ങൾ ഉർവശി ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ചൊന്നും പുള്ളിക്കാരി ഒരു പരിഭവമോ ഇതൊന്നും വെക്കാണ്ട് അവരും വളർന്നു വരട്ടെ, അല്ലെങ്കിൽ ജഗദീഷ് എന്ന വ്യക്തി അല്ലെങ്കിൽ ശ്രീനിവാസൻ എന്ന വ്യക്തിയൊക്കെ വളർന്നു വരണം, നായകന്മാരായിട്ട് ആളുകളുടെ മുന്നിൽ നിൽക്കണം എന്ന ആഗ്രഹം കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരിഹാസവും കുത്തുവാക്കുകളും ഒക്കെ കേട്ടിട്ട് അതിലൊന്നും പതറാതെ ഇവരുടെ ഒപ്പം നിൽക്കുകയും ജഗദീഷിൻ്റെ ഒപ്പം തന്നെ 6-7 സിനിമയിൽ നായികയായിട്ട് അഭിനയിക്കുകയും ചെയ്തപ്പോൾ തന്നെ ഒരു നായകനായിട്ട് ഉയർത്തിക്കൊണ്ട് വന്ന ഒരു വ്യക്തി എന്നുള്ളത് ഉർവശി മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കൊമേഡിയൻ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുമായിരുന്നു എന്നും തനിക്ക് ഒരു നായകനായിട്ട് ചെയ്യാനുള്ള എല്ലാ കഴിവും ഉണ്ട് എന്ന് പറഞ്ഞ് ജഗദീഷിനെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഉർവശി. സാധാരണ നടിമാരൊന്നും ഇങ്ങനെ കാണിക്കത്തില്ല എന്ന് മാത്രമല്ല, അവർക്ക് മികച്ച നടന്മാരുടെ ഒപ്പം നിന്ന് അഭിനയിക്കുമ്പോൾ പെട്ടെന്ന് താഴോട്ട് അത്ര പ്രശസ്തരല്ലാത്ത ഒരാളുടെ ഒപ്പം അഭിനയിക്കുമ്പോൾ അവരുടെ കരിയർ താന്നിട്ടാണ്, അവർക്ക് ഇപ്പോൾ സിനിമയൊന്നും ഇല്ലാഞ്ഞിട്ടാന്നുള്ള ഒരുപാട് ആരോപണം വരും. മാത്രമല്ല അവരുടെ കരിയറിൽ പിന്നീട് അത് പലപ്പോഴും ദോഷകരമായിട്ട് ഭവിക്കുകയും ചെയ്യും. എന്നിട്ട് പോലും സ്വന്തം കഴിവിൽ വിശ്വാസമുണ്ടായിരുന്ന സഹപ്രവർത്തകരെ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്ന ഉർവശിയുടെ ഒരു നല്ല മനസ്സിനെ നമ്മൾ കാണാതെ പോകാൻ പാടില്ല. അപ്പോൾ അവർ പറയുന്നത് എനിക്ക് ഏറ്റവും അടുപ്പമുള്ള നായിക ഉർവശിയാണ്, ഇല്ലെങ്കിൽ തൻ്റെ പരിമിതികൾ മനസ്സിലാക്കി തന്നെ സ്നേഹിച്ച് വളർത്താൻ ഒരുപാട് സഹായിച്ച ഉർവശി എന്ന നടിയെ താൻ ഒരുപാട് ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു, അവരെ ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഉർവശിയെ സിനിമാ രംഗത്തുള്ളവർ പലപ്പോഴും വ്യക്തി ജീവിതത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ മദ്യപാനം, അല്ലെങ്കിൽ മനോജ് കെ ജയൻ്റെ വിവാഹമോചന വാർത്ത, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അപഹസിച്ചിട്ടുണ്ടെങ്കിലും ഉർവശി ആരെക്കുറിച്ചും കുറ്റം പറഞ്ഞില്ല. ഇങ്ങനെ ഉർവശിയെക്കുറിച്ച് നല്ല ഒരു അഭിപ്രായം പറഞ്ഞൊരു വ്യക്തിയാണ് നമ്മുടെ ജഗദീഷ്. അതുപോലെ തന്നെ ഉർവശിയെ സിനിമാ മേഖലയിൽ വേദനിപ്പിച്ചിട്ടുള്ള മറ്റൊരു നടനുണ്ട്, അത് തമിഴ്നാട്ടിൽ നിന്നുള്ള നടനാണ്. അയാളെ കണ്ടുപിടിച്ച കുറ്റം മറ്റൊന്നുമല്ല, ഉർവശിക്ക് അയാളെക്കാൾ നിറവും സൗന്ദര്യവും ഉണ്ട്, വെളുത്തിരിക്കുന്ന പെണ്ണ്, അതുകൊണ്ട് ഇവളുടെ ഒപ്പം അഭിനയിച്ചാൽ തൻ്റെ ഡിമാൻഡ് കുറഞ്ഞു പോകും. എങ്ങനെയുണ്ട്, ഉർവശിയുടെ നായകനായിട്ട് അഭിനയിക്കാൻ പറ്റിയല്ല, കാരണം ഉർവശിക്ക് തൊലിവെളുപ്പ് കൂടുതലാണ്. ഇങ്ങനെ പറഞ്ഞ് ഉർവശിയെ മാറ്റി നിർത്താൻ ശ്രമിച്ച ഒരു നടനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാണ് വിജയകാന്ത്. അദ്ദേഹം തമിഴ്നാട് രാഷ്ട്രീയത്തിലെ അതികായനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ്. അപ്പം അദ്ദേഹം തന്നെ ഉർവശിയോട് നേരിട്ട് പറഞ്ഞ കാര്യം, എടി ക്യാമറയിൽ നോക്ക്, ഇതിൽ നിന്നെയും കൂടെ എന്നെ കണ്ടാൽ ഇതുപോലെ എന്നെ പോലെ ഇരിക്കും, കറുത്തിട്ടല്ലേ ഇരിക്കുന്നേ, അപ്പോൾ അതുകൊണ്ടാണ് നിൻ്റെ ഒപ്പം അഭിനയിക്കാൻ താല്പര്യം ഇല്ലാത്തതെന്നുള്ളതാണ് പറഞ്ഞത്. എന്നിട്ട് ഇങ്ങനത്തെ ഇദ്ദേഹത്തിൻ്റെ നായികയായിട്ട് അഭിനയിക്കേണ്ട സീനൊക്കെ വരുമ്പോൾ റൊമാൻറ്റിക് സീനുകളിലൊന്നും ഇയാളെ ഉർവശിയെ തുറിച്ച് നോക്കട്ടോ, കാമാതുരമായിട്ട് നോക്കേണ്ട സീനുകളിലൊന്നും അങ്ങനെയൊന്നും നോക്കത്തില്ല. ഉർവശി എന്നൊരു വ്യക്തി അവിടെ ഉണ്ടോ എന്ന് പോലും തോന്നിക്കാത്ത രീതിയിൽ എങ്ങനെയൊക്കെയോ അങ്ങ് അഭിനയിച്ച് കടന്നു പോകും. അതാണ് അപ്പോൾ ഇയാൾ ഉർവശിയുടെ ഒപ്പം അഭിനയിക്കണമെന്നൊക്കെ പറഞ്ഞ് വിളിച്ച സംവിധായകനോട് പറഞ്ഞ് ഞാൻ അവളെ തങ്കച്ചി എന്നൊക്കെ വിളിക്കുന്നത്, പക്ഷേ അവളുടെ ഒപ്പം അഭിനയിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഉർവശി എപ്പോഴും അയാളെക്കുറിച്ച് മോശമായിട്ടൊന്നും പറയുന്നില്ല, ഇങ്ങനെ തന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നാൽ ഉർവശിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒപ്പം അഭിനയിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഒന്നാമത് അദ്ദേഹം വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ വളരെ സുരക്ഷിതമായ രീതിയിലുള്ള നല്ല ഭക്ഷണം കൊണ്ടുവരും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവരുടെയൊക്കെ ലൊക്കേഷനിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സേഫ് ആയിരിക്കും, ആർക്കും ഒരു സ്ത്രീക്കോ പുരുഷനോ മോശമായ ഒരു അനുഭവം ഉണ്ടാകത്തില്ല, എല്ലാവരും ഭയങ്കര സുരക്ഷിതരായിരിക്കും, അത് എവിടെയാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സീനിൽ, അല്ലെങ്കിൽ വിജയകാന്തിൻ്റെ സിനിമയിൽ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ തനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ് പറയണേ. അതായത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയക്കാരൻ എന്നുള്ള ആ ഒരു ഇതിലപ്പുറത്തേക്ക് അവിടുത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം അദ്ദേഹം മരിച്ചതിന് ശേഷം
ചില ഇങ്ങനെ തനിക്കുണ്ടായ മോശപ്പെട്ട അനുഭവങ്ങൾ, അല്ലെങ്കിൽ സിനിമാ ജീവിതത്തിലുള്ള അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ഓരോരുത്തർ ചോദിക്കുമ്പോൾ തനിക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, സൗന്ദര്യത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തിയിട്ടുണ്ട്, പുച്ഛം അല്ലെങ്കിൽ അവഗണന ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് അഭിനയത്തെക്കുറിച്ചൊന്നും പറയാനില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തന്നെ മാറ്റി നിർത്തിയവരും വേദനിപ്പിച്ചവരൊക്കെ ജീവിതത്തിലുണ്ട്. ഇതൊരു ഭാഗമാണ്, അല്ലാണ്ട് അതിനെക്കുറിച്ച് പുള്ളിക്കാരി ഒരു കുറ്റമായിട്ടൊന്നും അല്ല പറഞ്ഞത്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഭാവ അഭിനയത്തിൽ ഉർവശിയെ വെല്ലാൻ മാത്രം കഴിവുള്ള ഒരു നടിയും മലയാളത്തിലില്ല. ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മഞ്ജുകുമാരിനെയോ നയൻതാരേനെയൊക്കെ വിശേഷിപ്പിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. യഥാർത്ഥത്തിൽ ഇതിനൊക്കെ അർഹതപ്പെട്ട ഒരു വ്യക്തി മലയാള സിനിമയിലുണ്ടെങ്കിൽ അത് ഉർവശി മാത്രമാണ്. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ സഹോദരി വേഷങ്ങൾ, നായിക വേഷങ്ങളൊക്കെ ചെയ്തെങ്കിൽ ഇപ്പോൾ പ്രായമൊക്കെ ആയതുകൊണ്ട് അവർ അമ്മ വേഷങ്ങളിലേക്കൊക്കെ മാറിയെന്നുള്ളൂ. പക്ഷേ ഉർവശിയെ വെല്ലുന്ന തരത്തിലുള്ള അഭിനയം കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരാളും മലയാള സിനിമയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതുകൂടെ നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കേണ്ടതാണ്. അപ്പോൾ ഉർവശി എന്ന നടി അല്ലെങ്കിൽ കൽപ്പന, അവരൊക്കെ തങ്ങളെ ഇട്ടിട്ട് പോയ പങ്കാളികളെക്കുറിച്ച് പോലും മോശമായിട്ടൊന്നും പറയാറില്ല. പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. അവർ അപമാനിച്ചിട്ടുള്ളവരൊക്കെ ഒത്തിരി പേരുണ്ട്.